എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്നത്തെ രാമായണ പാരായണത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മൾ ഇവിടെ പാരായണം ചെയ്യുന്നത്, ഇന്ന് രാമായണ പാരായണത്തിന്റെ 21-ാം ദിവസം, സുന്ദരകാന്ഡം ഹനുമത് സീതാ സംവാദം മുതൽ ഹനുമാൻ രാവണ സഭയിൽ എന്ന ഭാഗം വരെയാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. പാരായണം ചെയ്യുന്നവർ ശ്രീമതി ഹേമ ബൈജു, ശ്രീമതി റാണി സ്വാമിനാഥൻ. രണ്ടുപേരെയും മറ്റെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. സീതാ ഹനുമത് സംവാദം. ഉഷസി നിശിചരകളിവരുടലു മമ ഭക്ഷിക്കുമുറ്റവരായിട്ടൊരുത്തരുമില്ലമേ. മരണമിഹ വരുവതിനൊരു കഴിവു കണ്ടീല മാനവ വീരനുമെന്നെ മറന്നിതു. കളവനിഹ വിരവിനൊടു ജീവനു മധ്യ ഞാൻ കാകുൽസ്ഥനും കരുണാഹീനനെത്രയും. മനസി മുഹുരിവ പലതുമോർത്തു സന്താപേന മന്ദമന്ദമെഴുന്നേറ്റു നിന്നാകുലാൽ. തരളതര ഹൃദയമൊടു ഭർത്താരമോർത്തോർത്തു താണു കിടന്നൊരു ശിംശപാശാഖയും. സഭയ പരവശതരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ. പവനസുതനിവ പലവുമാലോക്യ മാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. ജഗദമല നയന രവി ഗോത്രേ ദശരഥൻ ജാതനായാനവൻ തന്നുടെ പുത്രരായി. രതിരമണ തുല്യരായി 4 പേരുണ്ടിതു. രാമ ഭരത സൗമിത്രി ശത്രുഘ്നന്മാർ. രജനിചര കുലനിധന ഹേതുഭൂതൻ വിദൂരാജ്ഞയ കാനനം തന്നിൽ വാണിടിനാൻ. ജനക നൃപസുതയും അവരജനുമായി സാദരം ജാനകീ ദേവിയെ തത്ര ദശാനനൻ. കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ. കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും. വിപനഭുവി വിരവൊടു തിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവിനെ കണ്ടു.
പരമഗതി പുനരവനു നൽകിയ മാല്യവൽ പർവത പാർശ്വേ നടക്കും വിധൗ തഥാ തരണി സുതനൊടു സപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശക്രസുതനെയും തരണി തനയനുമഥ കപീന്ദ്രനായി വന്നിതു തൽപ്രത്യുപകാരമാശു സുഗ്രീവനും കപിവരരെ വിരവിനൊടു നാലു ദിക്കിങ്കലും കണ്ടു വരുവാനയച്ചോരനന്തരം പുനരവലിലൊരു വനഹമത്ര വന്നിടിനേൻ പുണ്യവനായ സമ്പാദിതൻ വാക്കിനാൽ ജലനിധിയുമൊരു ശതകയോജന വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നീടിനേൻ രജനി ചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിലത്ര താതാനുഗ്രഹവശാൽ തരുനികരവരമരിയ ശിംശപാവൃക്ഷവും തന്മൂലദേശേ ഭവതിയേയും മുദാ കനിവിനൊടു കണ്ടു കൃതാർത്ഥനായേനഹം കാമലാഭാൽ കൃതകൃത്യനായിടിനേൻ ഭഗവതനുചരരിൽ അഹമഗ്രേസരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുതേ പ്ലവക കുലവരനിധി പറഞ്ഞടങ്ങിടിനാൻ പിന്നെ ഇളകാതിരുന്നാനരക്ഷണം കിമിതി രഘുകുലവര ചരിത്രം ക്രമേണ മേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം പവനൊരു കൃപയൊടു പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടെ മാനസഭ്രാന്തിയോ സുചിരതരമൊരു പൊഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാൺമാനവകാശമില്ലല്ലോ സരസതരപതി ചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ ഒരു പുരുഷനിതു മമ പറഞ്ഞുവെന്നാകിലത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ ജനക നൃപദുഹിതൃവചനം കേട്ടു മാരുതി ജാതമോദം മന്ദമന്ദമിറങ്ങിനാൻ വിനയമൊടുമവനി മകൾ ചരണനളിനാന്തികെ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴുതു ചെറുതകലയവനാശു നിന്നിടിനാൻ തുഷ്ട്യാ കലീപിങ്ക തുല്യ ശരീരനായി ഇവിടെ നിശിചരപതി വലിമുഖവേഷമായെന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ ശിവ ശിവ കിമിതി കരുതി മിഥിലാ നൃപപുത്രിയും ചേതസി ഭീതി കലർന്നു മരുവിനാൾ കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നിതു കണ്ടു കപീന്ദ്രനും ചരണമിഹ ചരണ സരസിജമഖില നായികെ ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്നെ നീ തവ സജീവനഹമിഹ തഥാവിധനല്ലഹോ ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ സുമുഖി കപികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവ ഭൃത്യൻ ജഗൽ പ്രാണനന്ദനൻ കപടമൊരുമവരൊടുമൊരു പൊഴുതുമറിയും നീലകർമ്മണ വാച മനസാഭിമാതാവേ പവനസുത മധുരതര വചനമതു കേട്ടുടൻ പത്മാലയാ ദേവി ചോദിച്ചിതാദരാൽ ഋതമൃജു മൃദുസ്ഫുട വർണ്ണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം സജയമിഹ വദമനുജവാനരജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചി ഗഹന ഭുവി കാരണമെന്തടോ കാരുണ്യവാരാന്നിധേ കവി കുഞ്ചര തിരുമനസി ഭവതി പെരികെ പ്രേമമുണ്ടതെന്നോടു ചൊന്നതിൻ മൂലവും ചൊല്ലു നീ ശൃണു സുമുഖി നിഖിലമഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യമോമലേ ഭവതി പതിവചനമവലംബ്യ രണ്ടംഗമാശ്രയ ശങ്കലുമാശ്രമത്തിങ്കലും മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യമാനിനു പിന്നെ നടന്നു രഘുപതി
നിശിതതര വിശികഗണ ചാപവുമായി ചെന്നു നീചനാം മാരീചനെ കൊന്നു രാഘവൻ. ഉടനുടലു മുലയ മുഹുരുടജ ഭുവി വന്ന പോതുണ്ടായ വൃത്താന്തമോ പറയാവതോ. ഉടനവിടെ അടവിയിലടയ നോക്കിയുമൊട്ടു കരഞ്ഞു തിരിഞ്ഞുഴലും വിധൗ. ഗഹന ഭുവി ഗഗനചരപതി ഗരുഡ സന്നിഭൻ കേണു കിടക്കും ജടായുവീനെ കണ്ടു. അവനുമഥ തവ ചരിതമഖിലമറിയിച്ചളവാശു കൊടുത്തിതു മുക്തി പക്ഷീന്ദ്രനും. പുനരടവികളിൽ അവരജേന സാഗം ദ്രുതം പുക്കു തിരഞ്ഞു കബന്ധാഗതി നൽകി. ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ. അഥ ശബരി വിമലവചനേന പുന്ദ്രിശ്യമൂകാദ്രി പ്രവര പാർശ്വേ നടക്കും വിധൗ. തപനസുതനിരുവരെയും അഴകിനോടു കണ്ടതി താൽപര്യമുൾക്കൊണ്ടയച്ചതിന്നെ തഥാ. ബദരെ വികുലോദ്ഭവന്മാരുടെ സന്നിധൗ ബ്രഹ്മചാരി വേഷമാലംബ്യ ചെന്നു ഞാൻ. നൃപതി കുലവര ഹൃദയമഖിലവും അറിഞ്ഞതി നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ തരണിസുത നികട ഭുവി കൊണ്ടു ചെന്നിടിനേൻ. സഖ്യം പരസ്പരം ചെയ്യിച്ചതാശു ഞാൻ. ദഹനനെയും അഴകിനോടു സാക്ഷിയാക്കിക്കൊണ്ടു ദണ്ഡമിരുവർക്കുമാശു തീർത്തിടുവാൻ. തരണിസുത ഗൃഹിണിയെ ബലാലടക്കിക്കൊണ്ട താരാപതിയെ വധിച്ചു രഘുവരൻ. ദിവസകര തനയനു കൊടുത്തിതു രാജ്യവും ദേവിയെ ആരാഞ്ഞു കാൺമാൻ കപീന്ദ്രനും. പ്ലവക കുലപരിവൃഢരെ നാലു ദിക്കിങ്കലും പ്രത്യേകമേകൈകലക്ഷം നിയോഗിച്ചാൻ. അതു പൊഴുതു രഘുപതിയുമലിവോടരികെ വിളിച്ചങ്കുലീയമ്മമാ കയ്യിൽ നൽകിയിടിനാൻ. ഇതു ജനക നൃപതി മകൾ കയ്യിൽ കൊടുക്കനി എന്നുടെ നാമാക്ഷരാൻവിതം പിന്നെയും. സപതി തവ മനസി ഗുരു വിശ്വാസ സിദ്ധയെ സാദരം ചൊന്നാനടയാളവാക്യവും. അതു ഭവതി കരതളിരിലിനി വിരവിൽ നൽകുവാനാലോകയാലോകയാനന്ദപൂർവകം. ഇതി മധുരതരമനില തനയനരു ചെയ്തുടനിന്ദിരാദേവി തൻ കയ്യിൽ നൽകിയിടിനാൻ. പുനരധിക വിനയമൊടു തൊഴുതു തൊഴുതാതരാൻ പിന്നോക്കിൽ വാങ്ങി വിണങ്ങി നിന്നിടിനാൻ. മിഥില നൃപസുതയുമതു കണ്ടതി പ്രീതയായി മേൽപോട്ടൊഴുകുമാനന്ദ ബാഷ്പാകുലാൽ. രമണമിവ നിജ ശിരസി കനുവിനോടു ചേർത്തിതു രാമനാമാങ്കിതമങ്കുലീയം മുദാ. പ്ലവക കുല പരിവൃഢ മഹാമതിമാൻ ഭവാൻ പ്രാണദാതാ മമ പ്രീതികാരി ദൃഢം. ഭഗവതി പരാത്മനി ശ്രീനിധൗ രാഘവേ ഭക്തനതീവ വിശ്വാസ്യൻ ദയാപരൻ. പല ഗുണവുമുടയവരെ ഒഴിക മറ്റാരെയും ഭർത്താവയക്കയുമില്ല മത്സന്നിധൗ. മമ സുഖവും അനുദിനമിരിക്കും പ്രകാരവും മൽപരീതാപവും കണ്ടുവല്ലോ ഭവാൻ. കമലദള നയന നഗതളിരിലിനിമാം പ്രതി കാരുണ്യമുണ്ടാം പരിചറിയിക്ക നീ. രജനി ചരവരനശനമാക്കുമെന്നെ കൊണ്ടു 2 മാസം കഴിഞ്ഞാലെന്നു നിർണയം. അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടു നീനത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ. ത്വരിതമിഹ ദശമുഖനെ നിഗ്രഹിച്ചെന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കെന്നു ചൊല്ലു നീ. അനിലതനയനും അഖില ജനനി വചനങ്ങൾ കെട്ടാകുലം തീരുവാനാശു ചൊല്ലിടിനാൻ. അവനിപതി സുതനൊടിട അടിയൻ ഭവദ്വാർത്തകളങ്ങുണർത്തിച്ചു കൂടുന്നതിൽ മുന്നമേ. അവരജനുമഖില കപി കുലബലവുമായി മുതിർന്നാശു വരുമതിന്നില്ലൊരു സംശയം. സുതസജീവ സഹജ സഹിതം ദശഗ്രീവനെ
സൂര്യാത്മജാലത്തിനയക്കും ക്ഷണാൽ ഭവതിയെയുമതികരുണമഴകിനൊടു വീണ്ടു നിൻ ഭർത്താവയോധ്യക്കെഴുന്നള്ളുമാതരാൽ ഇതി പവനസുതവചനമുടമയൊടു കേട്ടപോതിന്ദിരാദേവി ചോദിച്ചരുളീടിനാൾ ഇഹ വിതത ജലനിധിയെ നിഖില കപിസേനയോടേതൊരു ജാതി കടന്നു വരുന്നതും മനുജ പരിവൃഢനിധി വിചാരിച്ച നേരത്തു മാരുതി മൈഥിലിയോടു ചൊല്ലിടിനാൾ മനുജ പരിവൃഢനെയും അവരജനെയുമെൻപൊടു മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ മമ ചുമലിൽ വിരവിനോടെടുത്തു കടത്തുവാൻ മൈഥിലിക്കും വിഷാദം വൃഥാ മാനസേ ലഘുതരമമിതരജനി ചരകുലമശേഷേണ ലങ്കയും ഭസ്മമാക്കിയിടുമാനാകുലം ദ്രുതമതിനു സുതനു മമ ദേഹ്യനുജ്ഞാമിനി ദ്രോഹം വിനാഗമിച്ചിടുവാനോമലേ വിരഹ കലുഷിത മനസി രഘുവരനു മാം പ്രതി വിശ്വാസമാശു വന്നിടുവാനായി മുതാ തരിക നരഭസമൊരടയാളവും വാക്യവും സരഭസരമൊരടയാളവും വാക്യവും താവകം ചൊല്ലുവാനായരുൾ ചെയ്യണം ഇതി പവനതനയ വചനേന വൈദേഹിയുമിത്തിരി നേരം വിചാരിച്ചു മാനസേ ചികുരഭരമതിൽ മരുമമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ നൽകിയിടിനാൾ ശ്രേണുതനയ പുനരൊട ഒരടയാളവാക്യം ഭവാൻ ശ്രുത്വാ ധരിച്ചു കർണേ പറഞ്ഞിടു നീ സപതി പുനരതു പൊഴുതു വിശ്വാസമെന്നുടെ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം ചിരമമിത സുഖമൊടൊരു തപസി ബഹുനിഷ്ഠയാ ചിത്രകൂടാചലത്തിങ്കൽ വാഴും വിധൗ പലരും അതു പരിചിനൊടു അണക്കുവാൻ ചിക്കി ഞാൻ ഒടുക്കു പലലുമതി പരിചിനൊടുണക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരുന്നീടും ദശാന്തരെ തിരുമുടിയും അഴകിനൊടു മടിയിൽ മമ വെച്ചുടൻ തീർത്ഥപാദൻ വിരവോടുറങ്ങിയിടിനാൻ അതു പൊഴുതിലതി ചപലനായ ശക്രാത്മജനാശു കാകാകൃതി പൂണ്ടുവന്നിടിനാൻ പല പൊഴുതു പലല ശകലങ്ങൾ കൊത്തിയിടിനാൻ ഭക്ഷിച്ചു കൊള്ളുവാൻ എന്നോർത്തു ഞാൻ തഥാ പരുഷതരമുടനുടനടുത്തെറിഞ്ഞിടിനാൻ പാഷാണജാലങ്ങൾ കൊണ്ടവൻ വപുഷി മമ ശിതചരണ നഖരതുണ്ടങ്ങളാൽ വായ്പോടു കീറിനാനേറെ കുപീതനായി പരമപുരുഷനു മുടനുണർന്നു നോക്കും വിധൗ ഭാരമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ തൃണശകലമതികുപിതനായെടുത്ത ശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ചയച്ചിടിനാൻ സഭയമവൻ അഖില ദിശി പാഞ്ഞു നടന്നിതു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവാൻ അമരപതി കമലജഗിരീശ മുഖ്യന്മാർക്കുമാവതല്ലെന്നയച്ചോരവസ്ഥാന്തരെ രഘുതിലകനടി മലരിൽ അവശമൊടു വീണിതു രക്ഷിച്ചു കൊള്ളേണമെന്നെ കൃപാനിധേ അപരമൊരു ശരണമിഹ നഹി നഹി നമോസ്തുതേ ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ ഇതി സഭയമടിമലരിൽ വീണു കേടീനിന നിന്ദ്രാത്മജനാം ജയന്തനുമന്നേരം സവിതൃകുലതിലകനഥ സസ്മിതം ചൊല്ലിനാൻ സായകം നിഷ്ഫലമാകയില്ലെന്നുമേ അതിനു തവ നയനമതിലൊന്നു പോം നിശ്ചയമന്തരമില്ല നീ പൊയ്ക്കൊള്ളുക നിർഭയം ഇതി സദയമനു ദിവസമെന്നെ രക്ഷിച്ചവനിന്നുപേക്ഷിച്ചതെന്തെന്നുടെ ദുഷ്കൃതം ഒരു പിഴയും ഒരു പൊഴുതിൽ അവനോടു ചെയ്തില്ല ഞാനോർത്താൽ ഇതെന്നുടെ പാപമേ കാരണം വിവിധമിതി ജനക നൃപുദുഹി ത്രിവചനം കേട്ടു വീരനാം മാരുതപുത്രനും ചൊല്ലിനാൻ ഭവതി പുനരിവിടെ മരുവീടുന്നതേതുമേ ഭർത്താവറിയായിക കൊണ്ടുവരാഞ്ഞതും
ജഡിതി വരുമിനി നിശിചരൗഖവും ലങ്കയും ശാഖാമൃഗാവലി ഭസ്മമാക്കും ദൃഢം. പവനസുതവചനമിതി കേട്ടു വൈദേഹിയും പാരിച്ച മോദേന ചോദിച്ചരുളിനാൾ. അധിക കൃശാതനുരിഹ ഭവാൻ കപീവീരരൂമീ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ. നിഖില നിശിചര രചല നിഭവി കുലമൂർത്തികൾ നിങ്ങളവരോടെതിർക്കുന്നതെങ്ങനെ. പവനജനും അവനി മകൾ പചനമതു കേട്ടുടൻ പർവ്വത തുല്യനായി നിന്നാനതിദ്രുതം. അധ മിഥിലി നൃപതസുതയോടു ചൊല്ലിടിനാനഞ്ജനാപുത്രൻ പ്രപഞ്ചനാനന്ദനൻ. ഇതു കരുതുക കമലിതിലങ്ങനെയുള്ളവരിങ്ങി രൂപത്തൊന്നു വെള്ളം പടവരും. പവനസുത മൃദുവചനമിങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും പാർത്തു ചൊല്ലിടിനാൾ. അതിവിമല നമിത ബലനാശര വംശത്തിനന്തകൻ നീ അതീനന്തരമില്ലടു. രജനി വിരവൊടു കഴിയുമെനിയുഴറുവെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം. ജലനിധിയുമതിചബലമിന്നേ കടന്നങ്ങു ചെന്നൂ രഘൂവരനെ കാൺക നന്ദന. മമ ചരിതമഖിലമറിയിച്ചു ചൂടാരത്നമാശു തൃക്കൈയിൽ കൊടുക്ക വിരയണി. വിരവിനൊടു വരിക രവിസുതനുമൊരു സൈന്യവും വീരപുമന്മാരിരുവരുമായി ഭവാൻ. വഴിയിലൊരു പിഴയും ഉപരോധവുമെന്നിയെ വായുസുതാ പോക നല്ലവണ്ണം ധ്രുവം. വിനയഭയ കുതുക ഭക്തി പ്രമോദാൻവിതം വീരൻ നമസ്കരിച്ചിടിനന്തികെ. പ്രിയവചന സഹിതനഥ ലോകമാതാവിനെ പിന്നെയും മൂന്നു വലത്തു വെച്ചിടിനാൻ. വിടതരിക ജനനി വിട കൊള്ളുവാനടിയനു വേഗേന ഖേദം വിനാ വാഴ്ക സന്തതം. ഭവതു ശുഭമയി തനയ പഥി തവ നിരന്തരം ഭർത്താരമാശു വരുത്തിടുകത്ര നീ. സുഖമൊടിഹ ജഗതി സുചിരം ജീവജീവനി സ്വത്യസ്തു പുത്രതേ സുസ്ഥിര ശക്തിയും. അനിലതനയനും അഖില ജനനിയോടു സാദരം ആശീർവചനമാദായ പിൻവാങ്ങിനാൻ. അനിലതനയനും അഖില ജനനിയോടു സാദരം ആശീർവചനമാദായ പിൻവാങ്ങിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ലങ്കാമർദ്ദൻ. ചെറുതകലയൊരു വിടബി ശിഖരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സി ചിതശ്രമം. പല പുരിയിലൊരു നൃപതി കാര്യാർത്ഥമായി അതിപാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരഴിനിലയൊഴിഞ്ഞു സാധിച്ചത സ്വസ്വാമി കാര്യത്തിനന്തരമെന്നിയേ. നിജ ഹൃദയ ചരുതയോടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമ അവൻ ഉത്തമൻ. അതിനു മുഹുരഹം അഖില നിശിചരകുലേശനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം. അതിനു പെരുവഴിയുമിതു സുദൃഢമിതി ചിന്ത ചെയ്താരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൻ. മിഥില നൃപമകൾ മരുവും അതിവിമല ശിംശപാ വൃക്ഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ. കുസുമതല ഫല സഹിത ഗുൽമ വല്ലീതരുക്കൂട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിധൗ. ജനനിവഹ ഭയജനന നാദഭേദങ്ങളും ജംഗമജാതികളായ പദത്രികൾ അതിഭയമോട അഖില ദിശി ദിവിഖലു പറന്നുടനാകാശമൊക്കെ പരന്നൊരു ശബ്ദവും. രജനിചരപുരി ജഡതി കീഴ്മേൽ മറിച്ചിതു രാമദൂതൻ മഹാവീര്യപരാക്രമൻ. ഭയമൊടതു പൊഴുതു നിശിചരികളും ഉണർന്നിതു പാർത്ത നേരം കപിവീരനെ കാണായി. ഇവൻ അമിത ബല സഹിതനിടി നിദാത്തമൊച്ചയും എന്തൊരു ജന്തുവിതെന്തിനു വന്നതും. സുമുഖി
തവ നികടഭുവി നിന്നു വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലിയിലയോ ചൊല്ലടോ. മനസ്സി ഭയമധികമിവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും. നിശി തമസി വരുവതിനു കാരണമെന്തുപോൽ എന്തു നീ അറിഞ്ഞീലയോ ചൊല്ലിവനാരടോ. രജനിചര കുലരചിതമായകളൊക്കവേ രാത്രീഞ്ചരന്മാർ കൊഴിഞ്ഞറിയാവതോ. ഭയം ഇവന് നികടഭുവി കണ്ടു മന്മാനസേ പാരം വളരുന്നിതെന്താവതീശ്വര. അവനിമകൾ അവരിടുതു ചൊന്ന നേരത്തവരാശു ലങ്കേശ്വരനോടു ചൊല്ലിടിനാൻ. ഒരു വിപിനചരൻ അമിത ബലനചലൻ സന്നിഭൻ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതു പൊരുവതിനു കരുതി യവനപഗത ഭയാകുലം പൊട്ടിച്ചിതു പ്രാസാദമൊക്കവേ. മുസലധരൻ അനിശമതു കാക്കുന്നവരെയും മുൽപ്പെട്ടു തച്ചു കൊന്നിടിനാനശ്രമം. ഭുവനമതിലൊരുവരെയും അവനു ഭയമില്ലഹോ പോയിലവൻ ഇവിടുന്നിനിയും പ്രഭോ. ദശവദനെത്തി രജനിചരികൾ വചനം കേട്ടു ദന്തശൂകോപമക്രോധവിവശനായി. ഇവൻ ഇവിടെ നിശി തമസി ഭയമൊഴികെ വന്നതേതുമെളിയവനല്ലെന്നു നിർണയം. നിശിതശരകുലിശ മുസലാദ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു 100,000 വീരന്മാർ. നിശിചരകുലാധിപാജ്ഞാകരന്മാരതിനിർഭയം ചെല്ലുന്നതു കണ്ടു മാരുതി ശിഖരികുലമൊടും അവനി മുഴുവൻ ഇളകും വണ്ണം സിംഹനാദം ചെയ്തതു കേട്ടു രാക്ഷസർ. സഭതര ഹൃദയമധമോഹിച്ചു വീണിതു സംഭ്രമത്തോടടുത്തിടിനാൻ. പിന്നെയും ശിതവിശിഖമുഖ നിഖില ശസ്ത്രജാലങ്ങളെ ശീഘ്രം പ്രയോഗിച്ച നേരം കവീന്ദ്രനും മുഹുരുപരി വരവിനോടുയർന്നു ചിതശ്രമം മുൾഗരം കൊണ്ടു താടിച്ചൊടുക്കിടിനാൻ. നിയുത നിശിചര നിധനനി ശമന ദശാന്തരെ നിർഭയം ക്രുദ്ധിച്ചു നക്തഞ്ചരേന്ദ്രനും അഖില ബലപതിവരരിൽ ഐവരെ ചെല്ലുകെന്ന് അത്യന്തരോഷാൽ നിയോഗിച്ചനന്തരം പരമരണ നിപുണനെ എതിർത്തു പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചിതു. തദനു ദശവദനുദിത ക്രുധ ചൊല്ലിനാൻ തൽഫലം അദ്ഭുതം ഭയോദ്ഭൂതിതം പരിഭവമോടഭിത ബലസഹിതമഭി ചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാൻ. ഇവനെ മമ നികടഭുവി ജഡതി സഹജീവനോടിന്നു ബന്ധിച്ചു കൊണ്ടൊന്നു വെച്ചിടുവാൻ. മഹിതമതിബലസഹിതമെഴുവരൊരുമിച്ചുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ വൃശം. ദശവദന വചന നിശമന ബലസമന്വിതം ദണ്ഡമുസല ഖഡ്ഗേഷു ചാപാദികൾ കഠിനതരമലറി നിജകരം അതിലെടുത്തുടൻ കർപ്പുരേന്ദ്രന്മാരടുത്താർ. കവീന്ദ്രനും ഭുവനതലമുലയും മുഹുരലറി മരുവും വിധൗ ഭൂരിശസ്ത്രം പ്രയോഗിച്ചാരനുക്ഷണം. അനിലജനും അവരെ വിരവൊടു കൊന്നിടിനാനാശു ലോകസ്തംഭ താടനത്താലഹോ. നിജ സജീവതനയരെഴുവരും അമിത സൈന്യവും നിർജ്ജരലോകം ഗമിച്ചതു കേൾക്കയാൽ മനസി ദശമുഖനും ഒരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ. ഇനിയൊരുവൻ അവനോടു ജയിപ്പതിനില്ല മറ്റിങ്ങനെ കണ്ടീല മറ്റു ഞാൻ ആരെയും. ഇവരൊരുവരെ എതിരിടുകിൽ സുരജാതികളെങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയെ. അവർ പലരും ഒരു കവിയോടേറ്റു മരിച്ചതിനയ്യോ സുഹൃതം നശിച്ചിതു മാമകം. ഫലവുമിതി കരുതിയൊരു പരവശത കൈക്കൊണ്ടു പാരം തളർന്നോരു താതനോടാദരാൽ വിനയമൊടു തൊഴുതിളയ മകനു മുര ചെയ്തിതു വീരപുംസാമിതം യോഗ്യമല്ലേതുമേ. അലമലമിതറികിൽ അനുചിതം അഖില ഭൂഭൃതാമാത്മഖേദം ധൈര്യ ശൗര്യ തേജോഹരം
അരിവരനെ നിമിഷമിക കൊണ്ടുവരുവൻ എന്നക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ. കവിവരനും അത് പൊഴുതു തോരണമേറിനാൻ. കാണായി ദക്ഷകുമാരനെ സന്നിധൗ ശരനികര ശകലിത ശരീരനായി വന്നിതു. ശാഖാമൃഗാധിപൻ താനും അതുനേരം മുനിവിനോടു ഗഗനഭുവി നിന്നു താണാശുതൻ മൂർധനി മുൾഗരം കൊണ്ടെറിഞ്ഞിടിനാൻ. ശമനപുരി വിരവിനോടു ചെന്നു പൊക്കേടിനാൻ. ശക്തനാമക്ഷകുമാരൻ മനോഹരൻ വിബുധകുലരിപു നിശിചരാധിപൻ രാവണൻ വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർത്തനായി അമരപതിജിതമമിത ബലസഹിതമാത്മജമാത്മഖേദത്തോടണച്ചു ചൊല്ലിടിനാൻ. പ്രിയതനയ ശൃണു വചനമിഹ തവ സഹോദരൻ പ്രേതാധിപാലയം ബുക്കതു കേട്ടീലേ. മമ സുതനെ രണശിരസി കൊന്ന കബീന്ദ്രനെ ജാലയത്തിന്നയച്ചിടുവൻ. ത്വരിതമഹമതുലബലമോടു പോയിടുവിൻ. തൊൽക്കനിഷ്ടോദകം പിന്നെ നൽകിയിടുവൻ. ഇതി ജനകവചനമലിവൊടു കേട്ടാദരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ. തെജമനസി ജനക തവ ശോകം മഹാമതേ. തീർത്തുകൊള്ളുവൻ ഞാൻ പരിഭവമൊക്കവേ. മരണവിരഹിതൻ അവൻ അതിനില്ല സംശയം. മറ്റൊരുത്തൻ ബലാലത്ര വന്നിടുമോ? ഭയം ഇവനു മരണകൃതമില്ലെന്നു കാൺകിൽ ഞാൻ ബ്രഹ്മാസ്ത്രമേതു ബന്ധിച്ചു കൊണ്ടിടുവൻ. ഭുവനതലമഖിലമരവിന്ദോദ്ഭവാദിയാം പൂർവദേവാരികൾ തന്നവരത്തിനാൽ വലമഥനമഭിയുധി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതും അത്ഭുതം. അതു കരുതുമളവിലിഹ നാണമാമെത്രയും ഹന്തുമശക്യോപി ഞാൻ അവിളംബിതം. ഹൃദിഭിരഭി നികൃതിഭിരഭി ഛക്മനാഭിവാ കൃച്ഛ്രേണ ഞാൻ ത്വത്സമീപേ വരുത്തുവൻ. സപദി വിപദുപഗതമിഹ പ്രമദാകൃതം സമ്പദ്വിനാശകരം പരം നിർണയം. സസുഖമിവ നിവസമൈ ജീവതി ത്വം വൃഥാ സന്താപമുണ്ടാകരുതു കരുതുമാം. ഇനി ജനകനോടു നയഹിതങ്ങൾ സൂചിപ്പിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി. രഥകവച വിശിഖ ധനുരാദികൾ കൈക്കൊണ്ടു രാമദൂതം ചേതുമാശു ചെന്നിടിനാൻ. ഗരുഡ നിഭനത ഗഗനമുൽപ്പതിച്ചിടിനാൻ. ഗർജനപൂർവകം മാരുതി വീര്യവാൻ. ബഹുമതിയുമകതളിരിൽ വന്നു പരസ്പരം ബാഹുബല വീര്യ വേഗങ്ങൾ കാൺകയാൽ പവനസുത ശിരസി ശരമഞ്ചു കൊണ്ടേ ഇതു പാകാരിജിത്തായ പഞ്ചാസ്യ വിക്രമൻ. അഥ സപതി ഹൃദി വിശിഖമെട്ടുകൊണ്ടേതു മറ്റാറാറു ബാണം പദങ്ങളിലും തഥാ ശിതവിശിഖമധികരമൊന്നു വാൽമേലെയ്തു. സിംഹനാദേന പ്രപഞ്ചം കുലുക്കിനാൻ. തദനു കപികുലതിലകൻ അമ്പുകൊണ്ടാർത്തനായി സ്തംഭേന സൂതനെ കൊന്നിതു സത്വരം. തുരകയുധരഥൗമഥ ജഡതി പൊടി ആക്കിനാൻ. ദൂരത്തു ചാടിനാൻ മേഘനിനാദനും. അപരമൊരു രഥമധിക വിദതമുടനേറി വന്നസ്ത്രശസ്ത്രൗഘവർഷം തുടങ്ങിനാൻ. രുഷിതമതിദശവദനതനയ ശരപാതേന രോമങ്ങൾ നന്നാലു കീറി കബീന്ദ്രനും. അതിനും ഒരു കെടുതി അവനില്ലെന്നു കാൺകയാൽ അംഭോജ സംഭവ ബാണമെയ്തിടിനാൻ. അനിലജനുമതിനെ ബഹുമതിയോട് ഉടനാദരിച്ച അഹന്ത മോഹിച്ചു വീണിതു ഭൂതലേ. ദശവദന സുതൻ അനിലതനേനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുൻപിൽ വെച്ചു വണങ്ങിനാൻ. പവനജനു മനസ്സിയൊരു പീഡയുണ്ടായില്ല പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൽ. നളിനദള നേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ. അമലഹൃതി മധുമഥന ഭക്തി വിശുദ്ധരായ അജ്ഞാന കർമ്മ കൃതബന്ധനം ക്ഷണാൽ സുചിരവിരചിതമഭി വിമുച്യ ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം. രഘു തിലക ചരണയുഗമകതളിരിൽ വെച്ചൊരു രാമദൂതനു ബന്ധം ഭവിച്ചിടുമോ? മരണജ നിയമ വികൃതി ബന്ധമില്ലാതോർക്കു
മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം, കപടമതികലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം. പലരും അതികുതുകമൊടു അണഞ്ഞുടൻ പാശഖണ്ഡേന ബന്ധിച്ചു. അതു കാരണം ബലമിയലും അമരരിപു കെട്ടിക്കിടന്നിഴും. ബ്രഹ്മാസ്ത്രബന്ധനം വേർവിട്ടതപ്പോഴേ വ്യഥയും അവനകതളിരിലില്ല എന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞീലവൻ. നിശിചരരെടുത്തുകൊണ്ടാർത്തു പോകും വിധൗ നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാൽ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. അങ്ങനെ ഇന്നത്തെ പാരായണവും നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ഇന്ന് വായിച്ച ഭാഗങ്ങളും ഓരോ ഭാഗങ്ങളും വളരെ എന്താ പറയാ ഹൃദയസ്പർശിയായിട്ടുള്ള ഭാഗങ്ങളാണ്. സീതാദേവിക്ക് ശ്രീരാമചന്ദ്രസ്വാമിയുടെ നാമം കൊത്തിയിട്ടുള്ള മോതിരം, നാമാങ്കിതം അങ്കുലീയം, അത് കൊടുത്തപ്പോ ആ ഒരു സന്ദർഭം നമുക്ക് ആലോചിക്കാം. അങ്ങനെ അപ്പോ അത് കഴിഞ്ഞ് ഹനുമാന്റെ സംസാരവും ഒക്കെ കേട്ടപ്പോ സീതാദേവി കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി, ഇത് രക്ഷിക്കാൻ പ്രാപ്തനായിട്ടുള്ള ആളാണ്, എൻ്റെ ഭർത്താവ് അങ്ങനെ ഇങ്ങനെയൊന്നും ആരെയും അയക്കില്ല. അത് മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് ആ ലങ്കാമർദ്ദനം. അപ്പോ അതും കാണിക്കണല്ലോ, ഇവിടെ ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് കാണിക്കണല്ലോ, എന്നാലല്ലേ. പിന്നീടാണ് ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നതും ഇന്ദ്രജിത്തിന്റെ, അതൊക്കെ ഓരോ സന്ദർഭങ്ങളാണ്. അപ്പൊ എല്ലാം വളരെ എന്താ പറയാ കൃത്യമായിട്ട് അല്ലെങ്കിൽ സമചിത്തതയോടെയാണ് ഹനുമാൻ സ്വാമി പെരുമാറുന്നത്. അപ്പോ ഈ എന്താണ് അവിടുത്തെ പൂന്തോട്ടമൊക്കെ നശിപ്പിച്ചത് വാനര സ്വഭാവമാണെന്ന് പിന്നീട് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രധാന കാരണം ഇതാണ്, അവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ ഒരാൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കണമല്ലോ, എന്നാലല്ലേ അവര് വന്ന് ആക്രമിച്ച് രാവണന്റെ അടുത്ത് എത്തണം, രാവണ സഭയിൽ എത്തണം, എന്നാലന്നെ കാര്യങ്ങളൊക്കെ സ്പീഡിലാവുള്ളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള ഓരോ സന്ദർഭങ്ങളാണ്. വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ ഒരു സന്തോഷം തോന്നുന്ന, അതുകൊണ്ടാണല്ലോ ഈ കാണ്ഡത്തിന് സുന്ദരകാന്ഡം എന്ന് പേര് തന്നെ. അങ്ങനെ വളരെ സന്തോഷമായിട്ട് നമുക്ക് ഈ പാരായണം നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ, ഹനുമാൻ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.